ഹലോ നമസ്കാരം. അപ്പോൾ നെവിൻ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ പിക്ചറാണ് കാണുന്നത്. ഹലോ നമസ്കാരം. അപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് നെവിൻ ഇന്നലെ പുറത്തു പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ ഒരു അതിഥി വരുന്നതായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു അതിഥി എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്. അപ്പോൾ നെവിൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. നെവിൻ പുറത്ത് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പുറത്തു പോയതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും നെവിൻ ഇട്ടതായിട്ടോ അല്ലെങ്കിൽ എയർപോർട്ടിലോ മറ്റും പോയതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പുറത്തിറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ നെവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അഭിഷേക് വന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കോള് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു, കോസ്റ്റ്യൂം കൊടുക്കണം പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമോ അതോ നെവിൻ എവിക്റ്റ് ആയോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. നെവിന്റെ ഒരു പ്രൈമറി കോൺടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിന് ഒരു കോൾ വന്നിട്ടില്ല. നെവിൻ വരുവാണെന്നോ നെവിൻ എവിക്റ്റ് ആയെന്നോ വന്നിട്ടില്ല. എന്റെ ഉള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം, ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് നെവിൻ എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം നെവിൻ പുറത്ത് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നെവിൻ ഹൗസിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം വന്നതും എല്ലാവരും പോയി കെട്ടിപ്പിടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിസയിലൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയതിലും ക്യാരക്ടറിൽ ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിട്ടാണ് നെവിൻ തിരിച്ചെത്തിയിട്ടുള്ളത്. കാരണം ആദിലേനെയും നൂറിനെയും ഒക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളിനെയും കെട്ടിപ്പിടിച്ചിട്ട് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇറങ്ങി പോണ സമയത്ത് അനുമോൾ, ആദില, നൂറ ഇവരെ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു നെവിൻ്റെ പെരുമാറ്റം. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ വിചാരിച്ചത് ആദില, നൂറ അതുപോലെ അനുമോളിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗെയിമായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുടെ ക്യാരക്ടർ അങ്ങനെയും മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. അനുമോൾ, ആദില, നൂറ അവരുടെയൊക്കെ പുറത്തുള്ള സപ്പോർട്ട്, അവർക്ക് പുറത്തുള്ള സപ്പോർട്ടൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം പെട്ടെന്നുള്ള നെവിൻ്റെ സ്വഭാവ മാറ്റം എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാം പുറത്തുള്ള ഇവരുടെ സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നെവിന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബിഗ് ബോസ് അതിൽ പറയുന്നുണ്ട് അങ്ങനെ ആരെയും ക്വിറ്റ് ചെയ്ത് പോകാൻ, ചിലവരും ക്വിറ്റ് ചെയ്ത് പോകുമായിരിക്കും, പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്താക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ്